നമസ്കാരം, ഞാൻ ഡോക്ടർ ഷബ്നം. നെയ്യാർ മെഡിസിറ്റിയിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ട്യൂബൽ പ്രഗ്നൻസി അഥവാ എക്ടോപിക് പ്രഗ്നൻസിയെ കുറിച്ചാണ്. നിങ്ങൾക്കുള്ള ആൻസേഴ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എക്ടോപിക് പ്രഗ്നൻസി എന്താണ്? പ്രഗ്നൻസി ഔട്ട്സൈഡ് ദ യൂട്രസ് ഉണ്ടാവുന്നതാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇത് ട്യൂബിലാവാം, ഓവറിയിലാവാം, യൂട്രസിന്റെ ഓപ്പണിംഗ് ആയ സെർവിക്സിലും ആവാം. ബട്ട് കോമൺലി നമ്മൾ കാണുന്നത് ട്യൂബിലാണ്. സോ എക്ടോപിക് പ്രഗ്നൻസി നമ്മൾ പൊതുവെ ട്യൂബൽ പ്രഗ്നൻസി എന്നാണ് പറയുന്നത്. എക്ടോപിക് പ്രഗ്നൻസി നോർമൽ പ്രഗ്നൻസി ആവാൻ ചാൻസസ് ഉണ്ടോ? ഒരിക്കലുമല്ല. യൂട്രസ് പോലെ ഒരു എക്സ്പാൻഡബിൾ ഓർഗൻ അല്ല ഫെലോപ്പിയൻ ട്യൂബ്. ട്യൂബ് ഒരു പർട്ടിക്കുലർ പോയിന്റ് സ്ട്രെച്ച് ആയതിനു ശേഷം അത് റപ്ചർ ആവും. റപ്ചർഡ് ആയ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായി പേഷ്യന്റ് ജീവന് പോലും അപകടമാവാം. സോ ഒരിക്കലും ട്യൂബൽ പ്രഗ്നൻസി നോർമൽ പ്രഗ്നൻസി ആവാൻ ചാൻസസ് ഇല്ല. ആർക്കൊക്കെയാണ് ഈ ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടാവാൻ ചാൻസസ് കൂടുതൽ? നോർമലി ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് സ്പേം ആൻഡ് ഓവം മീറ്റ് ചെയ്യുന്നത് ഫെലോപ്പിയൻ ട്യൂബിലാണ്. ഈ ഫെർട്ടിലൈസ്ഡ് എഗ് ആണ് ട്യൂബൽ മൂവ്മെന്റ് കാരണം യൂട്രസിന്റെ അകത്ത് വന്ന് പ്രഗ്നൻസി ആവുന്നത്. സോ ഈ ട്യൂബൽ മൂവ്മെന്റ് അഫക്റ്റ് ആയ പേഷ്യൻസ് ലൈക്ക് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ്, ട്യൂബൽ സർജറി കഴിഞ്ഞവർക്ക് എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ പേഷ്യൻസ് പ്രഗ്നൻസി ആയാൽ ട്യൂബൽ പ്രഗ്നൻസി ആവാൻ ചാൻസസ് ഉണ്ട് എന്ന്. അതുപോലെ തന്നെയാണ് കോപ്പട്ടി ഇട്ടവർക്ക് ഉണ്ടാവുന്ന പ്രഗ്നൻസിയും ട്യൂബൽ പ്രഗ്നൻസി ആവാനാണ് ചാൻസസ് കൂടുതൽ. ട്യൂബൽ പ്രഗ്നൻസിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഒരു UPT പോസിറ്റീവ് ആയ പേഷ്യന്റിന് അബ്ഡോമിനൽ പെയിൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിന്റെ കൂടെ ചെറിയ സ്പോട്ടിംഗ് ഉണ്ടായാൽ ട്യൂബൽ പ്രഗ്നൻസി ആവാൻ ചാൻസസ് കൂടുതലാണ്. ഉടനെ തന്നെ സ്കാൻ ചെയ്ത് ട്യൂബൽ പ്രഗ്നൻസി അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. വേറസ് ട്യൂബൽ പ്രഗ്നൻസി റപ്ചർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വയറ് മൊത്തം ബ്ലീഡിംഗ് ആയി സിവിയർ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവും. പേഷ്യന്റ് വരുമ്പോൾ തന്നെ ക്ഷീണം, ഡിസീനസ്, കൊളാപ്സ്ഡ് അവസ്ഥയിലായിരിക്കും വരുന്നത്. സിവിയർ അബ്ഡോമിനൽ പെയിനും ഉണ്ടാവും. എക്ടോപിക് പ്രഗ്നൻസി എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? തുടക്കത്തിൽ ട്യൂബൽ പ്രഗ്നൻസി സ്കാനിൽ തെളിഞ്ഞു വരണമെന്നില്ല. ബീറ്റ HCG വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് എക്ടോപിക് പ്രഗ്നൻസി ഡയഗ്നോസ് ചെയ്യുന്നത്. ബീറ്റ HCGയുടെ അളവ് 2000 ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യൂട്രസിന്റെ അകത്ത് തെളിഞ്ഞു വരേണ്ട സമയം ആയിട്ടുണ്ടാവും. സോ എന്നിട്ടും കാണുന്നില്ല എന്നുണ്ടെങ്കിലാണ് ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. സോ ഒരു സ്കാൻ അല്ലെങ്കിൽ ഒരു ബീറ്റ HCG വെച്ചിട്ടല്ല ട്യൂബൽ പ്രഗ്നൻസി ഡയഗ്നോസ് ചെയ്യുന്നത്. സീരിയൽ സ്കാനിങ് ആൻഡ് ബീറ്റ HCGയുടെ ഫോളോ അപ്പ് വേണ്ടി വരും. സോ ക്ഷമയോടെ ട്യൂബൽ പ്രഗ്നൻസി ഡയഗ്നോസ് ചെയ്തിട്ട് അതിന്റെ ട്രീറ്റ്മെന്റിലോട്ട് പോകുന്നതാണ് നല്ലത്. ട്യൂബൽ പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ബീറ്റ HCGയുടെ അളവ് 1000 താഴെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൺസർവേറ്റീവ് മാനേജ്മെന്റ് മതിയാവും. സീരിയൽ ബീറ്റ HCG ഫോളോ അപ്പ് ചെയ്ത് അത് കുറയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. വേറസ് ബീറ്റ HCGയുടെ അളവ് 1000 കൂടുതലാണ് അല്ലെങ്കിൽ ഒരു 3000 താഴെയാണ് എങ്കിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റ് ട്രൈ ചെയ്യാം. മെഡിക്കൽ മാനേജ്മെന്റ് യൂഷ്വലി നമ്മൾ ഇഞ്ചക്ഷൻ ആണ് കൊടുക്കുന്നത്. മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ആണ്. ഈ ഇഞ്ചക്ഷൻ കൊടുത്താലും 7th ഡേ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കും. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ബീറ്റ HCGയുടെ അളവ് കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ one more dose of methotrexate കൊടുക്കേണ്ടത് വരും. ഈ കൊടുക്കുന്ന പീരീഡിലും ചിലപ്പം ബീറ്റ HCG ഫോളിംഗ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെന്റിലോട്ട് പോവേണ്ടത് വരും. സോ അടുത്ത തേർഡ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആണ് സർജറി. സർജറി എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്? ട്യൂബൽ റപ്ചർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സർജറി തന്നെയാണ് ട്രീറ്റ്മെന്റ്. ആൻഡ് ബീറ്റ HCGയുടെ അളവ് മോർ ദാൻ 3000 അല്ലെങ്കിൽ മോർ ദാൻ 10,000 ആണ് ഫീറ്റൽ കാർഡിയക് ആക്ടിവിറ്റി ട്യൂബിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഡയറക്റ്റ് സർജറി തന്നെ വേണ്ടി വരും. അതുപോലെ മെത്തോട്രെക്സേറ്റ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും ട്യൂബൽ റപ്ചർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബീറ്റ HCGയുടെ അളവ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ സർജറി ഓപ്ഷൻ തന്നെയാണ് വേണ്ടത്. എന്തൊക്കെ സർജറീസ് ആണ് അവൈലബിൾ? പേഷ്യന്റ് സ്റ്റേബിൾ ആണ്, ട്യൂബൽ റപ്ചർ ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്യൂബൽ സേവിംഗ് സർജറി നമുക്ക് ചെയ്യാൻ പറ്റും. വേറസ് ട്യൂബ് റപ്ചർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ട്യൂബെക്ടമി തന്നെ വരും. ഇത് ബോത്ത് ലാപ്രോസ്കോപ്പിക്കലി ആൻഡ് ഓപ്പൺ സർജറി വഴിക്കും ചെയ്യാൻ പറ്റും. വേറസ് ട്യൂബൽ റപ്ചർ ആയിട്ടുണ്ട്, പേഷ്യന്റ് ഭയങ്കര അൺസ്റ്റേബിൾ ആണ്, BP ഫോൾ ആൻഡ് കൊളാപ്സ് ആയിട്ടാണ് പേഷ്യന്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓപ്പൺ സർജറി തന്നെ വേണ്ടി വരും. ലാബ് ആ സമയം ചെയ്യാൻ പറ്റില്ല. അടുത്ത പ്രഗ്നൻസിക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
മെത്തോട്രെക്സേറ്റ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 months ഗ്യാപ്പ് എന്തായാലും വേണം. ആൻഡ് തുടക്കത്തിൽ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയ ഉടനെ തന്നെ ഡോക്ടറിനെ കണ്ട് ട്യൂബൽ പ്രഗ്നൻസി അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. മോസ്റ്റ്ലി ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യം വരില്ല, തന്നെ പ്രഗ്നൻസി ആയിക്കോളും. ട്രീറ്റ്മെന്റ് ആവശ്യം ചുരുക്കം ചിലർക്ക് മാത്രമേ വേണ്ടി വരുള്ളൂ. അടുത്ത എക്ടോപിക് പ്രഗ്നൻസി വരാൻ ചാൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ പ്രഗ്നൻസിയും ട്യൂബൽ പ്രഗ്നൻസി ആവണമെന്നില്ല. ചില പെർസെന്റേജ് അറൌണ്ട് 12% ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് തുടക്കത്തിലെ ഡോക്ടറിനെ കാണണം, ട്യൂബൽ പ്രഗ്നൻസി റൂൾ ഔട്ട് ചെയ്യണം എന്ന് പറയുന്നത്. സോ ട്യൂബൽ പ്രഗ്നൻസിയെ കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഞാൻ അവസാനമായി പറയാൻ വിചാരിക്കുന്നത്, ട്യൂബൽ പ്രഗ്നൻസി റപ്ചർ ആയാൽ ഒരു ഡേഞ്ചറസ് കണ്ടീഷൻ ആണ്, ജീവന് പോലും അപകടമാവാം. സോ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയി വയറുവേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ കണ്ട് സ്കാൻ ചെയ്ത് ട്യൂബൽ പ്രഗ്നൻസി അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആൻഡ് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ മാസക്കുളി തെറ്റിയാൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കണം. ചെയ്ത് പോസിറ്റീവ് ആയാൽ ഉടനെ തന്നെ ഡോക്ടറിനെ കണ്ട് ട്യൂബൽ പ്രഗ്നൻസി അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആൻഡ് നിങ്ങൾക്ക് അൺവാണ്ടഡ് പ്രഗ്നൻസി ആയിട്ടുണ്ട്, അബോർഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഓവർ ദ കൗണ്ടർ ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കാതെ ഡോക്ടറിനെ കണ്ട് ട്യൂബൽ പ്രഗ്നൻസി അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ടാബ്ലറ്റ്സ് കഴിക്കാൻ.